കഴിഞ്ഞ ഒരു വർഷത്തോളം കാലമായിട്ട് ഐ.ടി. ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ് എന്റേത്. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. എനിക്കറിയാം എന്റെ ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആൾക്കാരും 10th പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് പുതിയൊരു കരിയർ ഓപ്ഷനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനെ പറ്റിയിട്ടും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് പറയാൻ പോകുന്നത് ഐ.ടി. ട്രേഡുകളിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രേഡിനെ കുറിച്ചിട്ടും അതിന്റെ ജോലി സാധ്യതകളെ കുറിച്ചിട്ടും ഒക്കെയാണ്. അപ്പൊ നിങ്ങൾ പലർക്കും ചിലപ്പോൾ ഐ.ടിയെ കുറിച്ച് പ്രത്യേകിച്ച് ധാരണയൊന്നും ഉണ്ടായിരിക്കില്ല. എന്നാൽ ചിലരൊക്കെ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളൊക്കെ ഇവിടെ പഠിക്കുന്നതും അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകുന്നതും ഒക്കെ കണ്ട് പരിചയമുള്ള ആൾക്കാരും ആയിരിക്കും. അപ്പോൾ ബേസിക്കലി ഐ.ടിയെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഐ.ടി അഥവാ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് കേന്ദ്ര സർക്കാരിന് കീഴിൽ NCVT സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്ന കോഴ്സുകളും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരള സർക്കാരിന് കീഴിൽ SCVT സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ട്രേഡുകളും ഉണ്ട്. അപ്പൊ നമ്മുടെ കേരളത്തിൽ ഒത്തിരി ഗവൺമെന്റ് ഐ.ടികളും അതുപോലെ തന്നെ പ്രൈവറ്റ് ഐ.ടികളും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിലെല്ലാം NCVT സർട്ടിഫിക്കറ്റ് ഉള്ള കോഴ്സുകളും SCVT സർട്ടിഫിക്കറ്റ് ഉള്ള കോഴ്സുകളും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഒരു കോഴ്സ് മാത്രമല്ല കേട്ടോ ഐ.ടിയിലുള്ളത്, ഒരുപാട് കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ എസ്പെഷ്യലി ഞാൻ ഇന്ന് എടുത്ത് പറയാൻ പോകുന്നത് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ എന്ന് പറഞ്ഞിട്ടുള്ള ട്രേഡിനെ കുറിച്ചിട്ടാണ്. സിവിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, സിവിലിന് നമ്മൾ മെയിൻലി പറയുന്നത് എന്താ, ഈ നിർമ്മാണ മേഖലയിലൊക്കെ ഉള്ള പ്രവർത്തികൾ, നിർമ്മാണ പ്രവർത്തികളൊക്കെയാണ് നമ്മൾ സിവിൽ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ബേസിക്കലി നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ളതാണ് ഐ.ടി കോഴ്സുകൾ. അതിന്റെ തൊട്ടുമേലെയാണ് പോളിടെക്നിക് ഡിപ്ലോമ, അതിന്റെ തൊട്ടുമേലെയുള്ളതാണ് ബിടെക് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഐ.ടി കൊണ്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നിങ്ങൾക്ക് ഒരു തൊഴിലധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം തരിക എന്നുള്ളതാണ്. അതായത് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം. നിങ്ങൾ ഒരു വർഷത്തെയോ 2 വർഷത്തെയോ ഒക്കെ ഒരു കോഴ്സ് പഠിക്കുന്നു, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തൊഴിലെടുക്കാനുള്ള പ്രാപ്തിയിലോട്ട് നിങ്ങളെ എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ് ഐ.ടി കോഴ്സുകളുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിൽ നിങ്ങൾ പഠിക്കുന്നത് നിർമ്മാണ മേഖലയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നിർമ്മാണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരിക ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ വീടിന്റെ ഒക്കെ കൺസ്ട്രക്ഷൻസ് ആയിരിക്കും. പക്ഷെ അത് മാത്രമല്ല നിർമ്മാണം എന്ന് പറയുന്നത്. അതിപ്പോ ഒരു റോഡിന്റെ കൺസ്ട്രക്ഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജിന്റെ കൺസ്ട്രക്ഷൻ ആവാം, ഒരു റെയിൽവേയുടെ കൺസ്ട്രക്ഷൻ ആവാം. ഇതെല്ലാം നിർമ്മാണ മേഖലയാണ്. അപ്പൊ ഈ എല്ലാ മേഖലകളിലും ജോലി നേടാനുള്ള സാധ്യതയാണ് ഐ.ടി ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ എന്ന് പറയുന്ന ട്രേഡ് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അത് മാത്രമല്ല, ഈ കോഴ്സ് കഴിഞ്ഞ് 5 വർഷം എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സർട്ടിഫൈഡ്, നമുക്ക് പ്ലാനും ഡ്രോയിങ്സ് ഒക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ അത് സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്ന എഞ്ചിനീയേഴ്സ് ഉണ്ടായിരിക്കും. ആ ഒരു സൂപ്പർവൈസർ ബി എന്ന് പറയുന്ന ഒരു പോസ്റ്റിലോട്ട് നിങ്ങൾക്ക് എത്താവുന്നതാണ്. അതിനുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതുമാണ്. പിന്നെ ഐ.ടി ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിന്റെ ഒരു വലിയ സാധ്യത എന്ന് പറയുന്നത് ഒരുപാട് ഗവൺമെന്റ് PSC എക്സാമുകളുടെ ബേസിക് ക്വാളിഫിക്കേഷൻ ആണ് ഐ.ടി ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ പോകുമ്പോൾ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ ഓവർസിയർ ഗ്രേഡ് 2, ഓവർസിയർ ഗ്രേഡ് 3 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റിലുള്ള ആളുകൾ ഇരിക്കുന്നത് കാണാം. ഇവരുടെ എല്ലാം ബേസിക്, അല്ലെങ്കിൽ ഈ പോസ്റ്റിലോട്ട് നിങ്ങൾക്ക് ഒരു PSC എക്സാം എഴുതുന്നതിനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഐ.ടി ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇപ്പൊ നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി മാത്രമല്ല കേട്ടോ, PWD ഡിപ്പാർട്ട്മെന്റ്, വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റ്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെ ഗവൺമെന്റ് ഒത്തിരി, സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഒരുപാട് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള ഈ ഓവർസിയർ, അതുപോലെ തന്നെ ട്രേസർ, വർക്ക് സൂപ്രണ്ടന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ പോസ്റ്റുകളുണ്ട്. ഈ പോസ്റ്റുകളുടെ എല്ലാം ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഐ.ടി ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ആണ്. അപ്പൊ ഗവൺമെന്റ് മേഖലയിൽ ഒരുപാട് ജോലി സാധ്യതകളുള്ള ഒരു ട്രേഡാണ് ആക്ച്വലി ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ അഭിപ്രായത്തില് ഐ.ടി ട്രേഡുകളിൽ ടോപ്പ് 1 പൊസിഷനിൽ നിൽക്കുന്നതും ഒരു റോയൽ ട്രേഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ട്രേഡാണ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ എന്ന് പറയുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതല്ലാണ്ട് പ്രൈവറ്റ് മേഖലയിലാണ് ജോലി ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്ലാൻ വരയ്ക്കുന്നേ, എസ്റ്റിമേഷൻ പ്രിപ്പയർ ചെയ്യുന്നേ, ഒരു ഓഫീസൊക്കെ തുടങ്ങാം, അല്ലെങ്കിൽ ആ മേഖലയിൽ വർക്ക് ചെയ്യാം. ഈ ഡ്രാഫ്റ്റ്സ്മാൻ സിവിലിൽ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് സർവേയിങ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്ഥലം അളക്കുക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ആ മേഖലയിൽ നിങ്ങൾക്ക് ജോലി സാധ്യതകൾ കണ്ടെത്താം. ഇങ്ങനെ പ്രൈവറ്റ് മേഖലയിലും അതുപോലെ തന്നെ ഗവൺമെന്റ് മേഖലയിലും ഒരുപോലെ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ട്രേഡ് കൂടിയാണ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ. ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്ത് പറയാം ഗവൺമെന്റ് മേഖലയിലുള്ള സാധ്യതകളാണ്. നിങ്ങൾക്കിപ്പോ ഒരു ഗവൺമെന്റ് ഫീൽഡിലൊക്കെ ജോലി ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആളാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രേഡ് ആണ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ എന്ന് പറയുന്ന ട്രേഡ്. ഇനി ഇതിന്റെ ഹയർ സ്റ്റഡി ഓപ്ഷൻസ്, ഇപ്പൊ നിങ്ങൾക്ക് ഐ.ടി മാത്രം പോരാ, അതിന്റെ മേലോട്ടും പഠിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഐ.ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് പോളിടെക്നിക് ഡിപ്ലോമയാണ്. അപ്പം നിങ്ങൾക്ക് ഐ.ടി ഉണ്ടെന്നുണ്ടെങ്കിൽ പോളിടെക്നിക് ഡിപ്ലോമ ആക്ച്വലി 3 വർഷമാണ്. അപ്പൊ നിങ്ങൾക്ക് ഐ.ടി കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്
കഴിഞ്ഞിട്ട് പോളി സെക്കൻഡ് ഇയറിലോട്ട് ലാറ്ററൽ എൻട്രി വഴി കയറാം. അപ്പൊ പിന്നെ 2 വർഷം മാത്രം നിങ്ങൾ ഡിപ്ലോമ പഠിച്ചാൽ മതി. ഇനി അത് കഴിഞ്ഞിട്ട് ബിടെക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ ഒരാൾക്ക് ബിടെക് സെക്കൻഡ് ഇയറിലോട്ടും കയറാം. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഈ എല്ലാ കോഴ്സുകളും പഠിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വർഷത്തിന്റെ ഉള്ളിൽ തന്നെ ഇതെല്ലാം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. പിന്നെ ഐ ടി ഐയുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ത് കഴിഞ്ഞാലാണ് ഐ ടി ഐയിൽ ചേരാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 10th ആണ് ആക്ച്വലി ഐ ടി ഐയുടെ ബേസിക് ക്വാളിഫിക്കേഷൻ. ഇത് നിങ്ങൾ +2 കഴിഞ്ഞ ആളാണെങ്കിലും ഡിഗ്രി കഴിഞ്ഞ ആളാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഒരു ഐ ടി ഐ കോഴ്സ് എടുത്ത് പഠിക്കുന്നതിൽ യാതൊരു തടസ്സമല്ല. ആൻഡ് അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഐ ടി ഐക്ക് ഏജ് റെസ്ട്രിക്ഷൻസും ഇല്ല. നിങ്ങൾക്ക് ഏത് പ്രായത്തിലും നിങ്ങൾക്ക് ഒരു തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കോഴ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ ടി ഐ കോഴ്സുകളിൽ ധൈര്യമായിട്ട് പോയിട്ട് ചേരാം. പിന്നെ പറയാനുള്ളത്, ഇതില് ഇപ്പൊ 10th ക്ലാസ് കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ടെക്നിക്കൽ ഫീൽഡിലൊക്കെയാണ് നിങ്ങൾ പഠിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആക്ച്വലി 10th കഴിഞ്ഞിട്ട് തന്നെ വേണേൽ നിങ്ങൾക്ക് ഐ ടി ഐ ട്രേഡുകൾ സെലക്ട് ചെയ്യാം. കാരണം നിങ്ങൾ ഐ ടി കഴിഞ്ഞു, പോളി കഴിഞ്ഞു, ബിടെക് കഴിഞ്ഞു, അങ്ങനെ ഒരു പാത്തിലാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് +2 സർട്ടിഫിക്കറ്റിന്റെ ഒരു ആവശ്യകത വരുന്നില്ല. അപ്പം അങ്ങനെ താല്പര്യമുള്ള ആളുകൾ 10th കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഐ ടി ഐ കോഴ്സുകളൊക്കെ പ്രിഫർ ചെയ്യാം. അല്ല ഇനി നിങ്ങൾക്ക് +2 വേണമെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടും ഉറപ്പായിട്ടും ഐ ടി ഐ കോഴ്സുകൾ പ്രിഫർ ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പൊ ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്ത് പറയുന്നത് ഐ ടി ഐ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ഈ ഗവൺമെന്റ് മേഖലയിലുള്ള സാധ്യതകളാണ്. അപ്പം അതിലൊക്കെ താല്പര്യമുള്ള ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ എന്ന് പറഞ്ഞ ട്രേഡ് സെലക്ട് ചെയ്യാം. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം, നിങ്ങൾ ഏത് കോഴ്സ് പഠിക്കണം, ഏത് മേഖലയിൽ പോകണം എന്നൊക്കെ ഉള്ളത് ഉറപ്പായിട്ടും നിങ്ങളുടെ മാത്രം ഡിസിഷൻ ആണ്. അപ്പം അതിലുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾക്ക് കട്ട് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു ധാരണയുണ്ട് ഏത് പഠിച്ചിട്ടാണ് പോകേണ്ടത്, ഇന്ന വഴിക്കാണ് പോകേണ്ടത് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആ വഴിക്ക് തന്നെ പോകണം. അല്ലാണ്ട് കൺഫ്യൂഷൻസ് ആയി നിൽക്കുന്ന ആളുകള്, നല്ല കോഴ്സുകളെ പറ്റിയൊക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഐ ടി ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ അല്ലെങ്കിൽ ഐ ടി ട്രേഡുകളൊക്കെ ചൂസ് ചെയ്യാം. ഞാൻ സ്പെഷ്യലി പറഞ്ഞത് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ എന്ന് പറഞ്ഞൊരു ട്രേഡിനെ കുറിച്ചിട്ടാണ്. അത് ഏറ്റവും ടോപ്പ് ഒരു പൊസിഷനിൽ നിൽക്കുന്ന ട്രേഡ് ആണ് എന്നുള്ളതുകൊണ്ടുകൂടിയാണ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും നിങ്ങൾ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ള ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ നാട്ടിൽ ഒത്തിരി പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട്. 6 മാസം കൊണ്ട് സിവിൽ പഠിക്കാം, 6 മാസം കൊണ്ട് ഡിപ്ലോമ പഠിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള, അത് അവരുടെ ഓൺ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊടുത്ത് നടത്തുന്ന കോഴ്സുകളായിരിക്കും. അപ്പൊ നിങ്ങൾ ഒരിക്കലും നേരെ ആദ്യം തന്നെ പോയിട്ട് അത്തരം കോഴ്സുകളൊന്നും പഠിക്കാതെ ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ സിവിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഐ ടി ഐകളിൽ പോയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. മാക്സിമം ഗവൺമെന്റ് ഐ ടി ഐകളിൽ അപ്ലിക്കേഷൻ കൊടുക്കുക. നല്ല മാർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 10th നല്ല മാർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അഡ്മിഷൻ കിട്ടും. ഇനി അല്ലാത്തവരും പേടിക്കേണ്ട, പ്രൈവറ്റ് ഐ ടി ഐകളിലും നിങ്ങൾക്ക് ഈ കോഴ്സ് എടുത്ത് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ NCVT സർട്ടിഫിക്കറ്റ് ആണോ തരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം. പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ പോയി പെട്ട് 6 മാസം കൊണ്ടൊക്കെ നിങ്ങൾ ഓട്ടോകാഡും അത് മാത്രം പഠിച്ചിട്ട് ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാത്ത പോലെ ആയിരിക്കും. ആ സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾക്ക് ഒരിക്കലും PSC എക്സാംസ് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇത്തരത്തിലുള്ള ഐ ടി ഐ കോഴ്സുകളൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ഓൺ ആയിട്ട് ഇപ്പം ഓട്ടോകാഡ് പഠിച്ചു, അതിൽ ഐ ടി ഐയിൽ നിങ്ങൾ സിവിൽ പഠിച്ചു, പിന്നെ നിങ്ങൾക്ക് ഓട്ടോകാഡിലോ സോഫ്റ്റ്വെയറുകളോ ഒക്കെ എക്സ്ട്രാ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ പോയി പഠിക്കാം. ഞാൻ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല. കാരണം നിങ്ങൾ ഒരു കോഴ്സ് പഠിച്ചിട്ട് ആ സർട്ടിഫിക്കറ്റിന് നിങ്ങൾക്ക് ഒരു വാല്യൂ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐ ടി ഐ കോഴ്സുകളൊക്കെ തിരഞ്ഞെടുത്ത് പഠിക്കുക. NCVT സർട്ടിഫിക്കറ്റോട് കൂടിയ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കോഴ്സുകൾ തന്നെ തിരഞ്ഞെടുത്ത് പഠിക്കാം. ഇനി ഈ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഉറപ്പായിട്ടും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. കറന്റ് അഡ്മിഷൻ ഒന്നും ഓപ്പൺ ആയിട്ടില്ല. ഇപ്പം +2 റിസൾട്ട് ഒക്കെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ എപ്പോൾ വേണമെങ്കിലും അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാം. അത് വന്നതിന് ശേഷം ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഈ ട്രേഡ് മാത്രമാണ് സിവിലുള്ളത് അങ്ങനെയല്ല, സോറി, ഈ ട്രേഡ് മാത്രമാണ് ഐ ടി ഐയിലുള്ളത് എന്നല്ല, ഒരുപാട് കോഴ്സുകൾ ഉണ്ട്. ഞാൻ ഇത് പഠിച്ച ഒരാളായതുകൊണ്ടും ഇതിന്റെ ഓപ്ഷൻസ് അറിയുന്നത് കൊണ്ടുമാണ് ഞാൻ ഇതിന് കൂടുതൽ ഫോക്കസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് സിവിൽ കോഴ്സ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രോയിങ്ങിൽ നല്ല സ്കില്ല് വേണം എന്നുള്ളത്. ആക്ച്വലി നമ്മൾ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഡ്രോയിങ് അല്ല ചെയ്യുന്നത്, നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കതിൽ ഭയങ്കര ആർട്ടിസ്റ്റിക് ഡ്രോയിങ് കഴിവുകളൊന്നും വേണമെന്ന് ഒരു നിർബന്ധമല്ല. നമ്മൾ സ്കെയിലും പ്രൊട്രാക്ടറും ഡ്രോയിങ് ടൂൾസും മിനി ഡ്രാഫ്റ്ററും ഒക്കെ വെച്ചിട്ടാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പം അതിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് ഇയറിലൊക്കെ ഒത്തിരി ഷീറ്റുകൾ, ഡ്രോയിങ് ഷീറ്റുകളൊക്കെ വരയ്ക്കും. അപ്പൊ അതിലൂടെയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ് നിങ്ങളുടെ ഡ്രോയിങ് സ്കിൽ എന്ന് പറയുന്നത്. സെക്കൻഡ് ഇയർ ഒക്കെ എത്തുമ്പോഴത്തേനും കംപ്ലീറ്റ്ലി നിങ്ങൾ ഓട്ടോകാഡ് സോഫ്റ്റ്വെയറിലായിരിക്കും വരയ്ക്കുന്നത്. അപ്പോഴും അത് ആ സ്കില്ല് നമ്മൾ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഓൾറെഡി ഡ്രോയിങ് സ്കില്ല് ഉള്ളവർക്ക് ഇത് പറ്റും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ആ ട്രേഡിൽ താല്പര്യമുണ്ട്, എത്രത്തോളം നമ്മൾ അതിൽ ഡെഡിക്കേറ്റഡ് ആണ് എന്നുള്ളതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ.
അപ്പൊ ഈ 2 വർഷം കൊണ്ട് നിങ്ങൾ ബേസിക്കലി നിങ്ങൾ ഒരു വീടിന്റെ പ്ലാൻ വരയ്ക്കാൻ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ പ്ലാൻ വരയ്ക്കാനും അതിന്റെ എസ്റ്റിമേഷൻ തയ്യാറാക്കാനും കൺസ്ട്രക്ഷൻ മേഖലയിൽ നിങ്ങൾ ഒരു സൂപ്പർവൈസർ ആയിട്ട് പോകാനും ഒക്കെയുള്ള പ്രാപ്തി നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ കോഴ്സ് സെലക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് സെലക്ട് ചെയ്യാം. ഇതിനെക്കുറിച്ച് എന്ത് കൺഫ്യൂഷൻസും ഡൗട്ട്സും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.